20, AC3 tire, B. ഹലോ, ഇന്ന് നമ്മുടെ ബാംഗ്ലൂർ വ്ലോഗാണ്. ആക്ച്വലി ഇത് കഴിഞ്ഞ് ഞങ്ങൾ പോയി വന്നിട്ട് ഏകദേശം ഇപ്പം 1 മാസവും 10-15 ദിവസവും തികഞ്ഞിട്ടുണ്ട്. പക്ഷേ ഈ ഒരു എക്സൈറ്റ്മെൻറ്റ് ഈ വ്ലോഗ് എഡിറ്റ് ചെയ്യുമ്പോഴും എനിക്കിപ്പോഴും ഉണ്ട്. എല്ലാ വർഷവും ഒരു പ്രാവശ്യം നമ്മൾ എന്തായാലും ബാംഗ്ലൂർ വിസിറ്റ് ചെയ്യും. കാരണം നമ്മൾ വേറെ ഒന്നുമല്ല, അതിന് വേറൊരു സീക്രട്ട് ഉണ്ട്. അത് ഇതിൽ കാണിച്ചു തരാൻ പോകുന്നതാണ്. എങ്ങനെയായാലും വർഷത്തിലെ ഒരു ടൈം വിസിറ്റ് അത് നമ്മൾ മിസ് ചെയ്യാറില്ല. അപ്പോൾ ഇലുവിൻ്റെ ഫസ്റ്റ് ബാംഗ്ലൂർ വിസിറ്റുമാണ്, ഫസ്റ്റ് ലോങ് ട്രെയിൻ ജേണിയാണ്. അതുകൊണ്ട് തന്നെ ഇത് അടിപൊളിയായിരിക്കുമോ അതോ ഇനി പാളിപ്പോവോ അതോ ഇവർക്ക് ഇനി അധികം ബുദ്ധിമുട്ടാവോ ഒന്നും ഞങ്ങൾക്കറിയില്ല. ബട്ട് ഷീ ഈസ് സോ എക്സൈറ്റഡ്. പിന്നെ ആ ടുണുവിൻ്റെ ചാടികളി കണ്ടാലും അറിയാലോ അവൻ ഒട്ടും എക്സൈറ്റഡ് അല്ല എന്നുള്ളത്. അച്ചു ഓൾസോ, അച്ചു പിന്നെ തള്ളി മറക്കലാണ്, ഞാൻ മുന്നേ പോയതുണ്ട് അങ്ങനെ ഇങ്ങനെയൊക്കെ. ടുണുവിനൊക്കെ ഓർമ്മ വരുന്നേ ഉള്ളൂ. അങ്ങനെ പറഞ്ഞു നമ്മൾ യശ്വന്തപൂർ എക്സ്പ്രസ് എത്തി. ഞങ്ങൾ വലിയ തിക്ക് തിരക്കൊന്നുമില്ല, കാരണം നമ്മൾ ഓൾറെഡി തേർഡ് AC ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. സീറ്റ് ഇപ്രാവശ്യം പറഞ്ഞ പോലെയല്ല, എല്ലാവർക്കും ഓരോരോ സീറ്റ് വീതം നമ്മൾ ബുക്ക് ചെയ്തിട്ടുണ്ട്. കാരണം കൊച്ചുങ്ങളൊക്കെ വലുതായല്ലോ. അങ്ങനെ ഞങ്ങൾ ഇടയിൽ ഒരു ഏട്ടൻ പെട്ടുപോയിട്ടുണ്ട്, പാവം. അങ്ങനെ ഇത് ആകെ പെട്ടു എന്ന അവസ്ഥയിലായി. ഇല്ലുവാണെങ്കിൽ ട്രെയിൻ കണ്ട ആദ്യത്തെ എക്സൈറ്റ്മെൻറ്റിലും ആകെ തുള്ളിക്കളിയും ബഹളവും എല്ലാം കൂടെ. പിന്നെ ഞാൻ പിന്നെ എടുക്കാണ്ടിരിക്കാൻ പറ്റില്ലല്ലോ, നമ്മളായി പോയില്ലേ ഇതിൻ്റെ എല്ലാം. അതെ, എൻ്റെ ഔട്ട്ഫിറ്റൊന്നും പിന്നെ പ്രത്യേകിച്ച് എടുത്ത് കാണിക്കുന്നൊന്നുമില്ല. കാരണം നൈറ്റാണ്, ട്രാവലിംഗ് ആണ്, നമ്മളെ കംഫർട്ടാണ് മെയിൻ. പിന്നെ ഈ തല ചൊറിഞ്ഞുകൊണ്ടിരിക്കുന്ന വേറെ ഒന്നുമല്ല, ഇത്രയും നേരം സോഷ്യലായിരുന്നു ഇവർക്ക്, ഇപ്പോൾ ഇച്ചിരി എക്സ്ട്രോവേർട്ട് മാറി, ഇൻട്രോവേർട്ടിലേക്ക് മാറി. വേറെ ഒന്നുമല്ല, അപ്പുറത്ത് കണ്ട 2 കൊച്ചുങ്ങൾ തന്നെയാണ്. പിന്നെ കുറച്ച് അവിടെയും ഇവിടെയൊക്കെ തപ്പി ഫസ്റ്റ് വ്ളോഗ് എടുക്കുന്നതിൻ്റെ ഇച്ചിരി ബുദ്ധിമുട്ടുണ്ട്. എല്ലാം കൂടെ ഒത്തു വരുന്നു. ഇനി പിന്നെ ഇവരുടെ ഓരോ കോപ്രായങ്ങളായിരിക്കും നിങ്ങൾക്ക് മെയിനായിട്ട് ഈ വ്ളോഗിൽ കാണാനുണ്ടായിരിക്കുന്നത്. പാവം കൊച്ച്, എനിക്കവിടെ വലിഞ്ഞേറാൻ പറ്റാത്തതിൻ്റെ ഒരു ബുദ്ധിമുട്ട് അവർക്ക് നന്നായിട്ടുണ്ടായിരുന്നു. പക്ഷെ പറ്റും പോലെ അപ്പുറത്തിരിക്കുന്ന ചെറുക്കനെയും ഇപ്പുറത്തിരിക്കുന്ന ചേച്ചി എല്ലാം തോണ്ടി കഴിഞ്ഞു. പിന്നെ നമ്മൾ തിരൂരിൽ നിന്ന് സ്പെഷ്യലായി മേടിച്ച മധുരമേലെ പബ്സും കൊണ്ടായിരുന്നു ഞങ്ങളുടെ യാത്ര. കാരണം രാത്രി ഞങ്ങൾ വലിയ ഡയറ്റുകാരെല്ലാവരും ആയതുകൊണ്ട് തന്നെ രാത്രി നമുക്ക് ഫുഡൊന്നും വേണ്ട, ഫ്രൂട്ട്സ് കൊണ്ടുപോകാമെന്ന് പറഞ്ഞെങ്കിലും എനിക്കറിയാം ഇവർക്കൊക്കെ വിശക്കുമെന്ന്. അങ്ങനെ നമ്മൾ അതാ കഴിച്ചത്. പിന്നെ ഈ ചെറുക്കൻ അപ്പുറത്തെ അപ്പുറത്തെ സീറ്റിലാണെങ്കിലും അവൻ നമ്മുടെ അടുത്തായിരുന്നു. പിന്നെ രാത്രി ഒരു 10-11 ആയപ്പോഴത്തേനും എല്ലാവരും ഉറങ്ങി. ദെൻ നമ്മളെ മോർണിംഗ് ആയി. നമുക്കോരോ ശീലങ്ങൾ കാണുമല്ലോ, അതുപോലൊക്കെ ഞാൻ അവിടെയും ഇവിടെയൊക്കെ ചെരിഞ്ഞും തൂങ്ങിയൊക്കെ ഉറങ്ങി. നേരെ വെളുത്തപ്പോൾ തന്നെ എല്ലാവരും എണീറ്റായിരുന്നു. പക്ഷേ കുറേ എണ്ണം ഇന്ന് ആദ്യമായിട്ട് ഉറക്കം വന്ന പോലെ കാണിക്കാണ്ടായിരുന്നു. കണ്ടില്ലേ, അല്ലെങ്കിൽ വെളിച്ചം ഒതിക്കുന്നതിന് മുന്നേ ഉണരുന്ന അവളാണ്. ഇന്നും കണ്ണിലും മൂട്ടിലും വെളിയിലടിച്ചിട്ട് നീച്ചില്ല. ബട്ട് ഷീ ഈസ് ലവിങ്. അവളത് ഭയങ്കരമായിട്ട് എക്സ്പ്ലോർ ചെയ്യുന്നുണ്ടായിരുന്നു. കാഴ്ചയും അവൾക്ക് ഒരിടത്ത് അടങ്ങിയിരിക്കാൻ പറ്റുന്നുണ്ടായില്ല. ബോനേട്ടനും നീതും എല്ലാവരും കൂടെയാണ് ഓടിക്കതച്ചെല്ലാതും പെണ്ണിനെ ഒപ്പിച്ചെടുത്തത്. പിന്നെ ഇവറ്റകളുടെ 2 ഒരു കോഴിയിലേക്ക് ഇരിക്കൂ, 5 മിനിറ്റ് ഇരുന്ന് അപ്പം തന്നെ തല്ലുമായിരിക്കും. പിന്നെ കണ്ണേട്ടനും നിമ്മിയും ഞാനും നീതമ്മയും എല്ലാം ഒരു വൈബിലാണ്. ശരിക്കും ഈ ജേണി ഭയങ്കരമായിട്ട് ആസ്വദിച്ചത് വേറെ ആരുമല്ല, ഇലുബി തന്നെയാണ്. കാരണം അവൾ ആദ്യമായിട്ട് ട്രെയിനിൽ വരുന്നു, അവൾക്ക് അവളുടേതായ കുറേ സ്പേസ് കിട്ടുന്നു. കുറേ അങ്ങോട്ട് നടക്കുന്നു, കുറേ അറിയാത്ത ആളുകളെ നോക്കുന്നു, ചിരിക്കുന്നു, കളിക്കുന്നു. അവൾക്ക് ഒരു മൈൻഡും ഇല്ല, കാരണം സ്ട്രെസ് ഫ്രീ ആണല്ലോ, പ്രത്യേകിച്ചൊന്നും ചെയ്യുന്നില്ല, പ്രത്യേകിച്ചൊന്നും അവൾക്ക് ചിന്തിക്കുകയും വേണ്ട. അങ്ങനെ പിന്നെ എൻ്റെ കുറച്ച് പട്ടിഷോളും ഉണ്ടായിരുന്നു. എന്നാലും ഇലൂട്ടിയാണ് നമ്മുടെ ഇന്നത്തെ മെയിൻ താരം. ഇല്ലു ഇടയ്ക്ക് കഴിക്കുന്നുണ്ട്, കളിക്കുന്നുണ്ട്, അവളുടെ എല്ലാ കാര്യങ്ങളും. അങ്ങനെ ഞങ്ങളൊരു മോർണിംഗ് 7:38 ഒക്കെ ആയപ്പോഴത്തേനും നമ്മൾ യശ്വന്തപൂർ എത്തി. അങ്ങനെ നമ്മൾ ഇനി നമ്മുടെ ഫസ്റ്റ് ഡെസ്റ്റിനേഷനിലേക്ക് പോവുകയാണ്. ഇത്രയും സമയം ട്രെയിനിൽ കിടന്നുറങ്ങാൻ സ്ഥലവും സമയവും സൗകര്യം ഉണ്ടായിട്ടും അതൊന്നും പറ്റാത്ത പുറത്തിറങ്ങിയപ്പോൾ ഉറങ്ങുന്ന കണ്ടില്ലേ, അത് ഈ കൊച്ചുങ്ങളുടെ ഒരു സ്ഥിരശീലമാണ്. അങ്ങനെ ഒരു എർട്ടിഗ ആണ് ഊബറിൽ ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നത്. അങ്ങനെ ഞങ്ങളത് ബുക്ക് ചെയ്ത് ഞങ്ങളുടെ ഫസ്റ്റ് ഡെസ്റ്റിനേഷനിൽ പോകാൻ പോവാണ്. ഇതാണ് ഞങ്ങൾ ഫസ്റ്റ് പറഞ്ഞ ആ റീസൺ. എല്ലാ വർഷവും ഞങ്ങൾ ബാംഗ്ലൂരിലേക്ക് വരാനുള്ള ആ റീസണിൻ്റെ ഫസ്റ്റ്.
ബാംഗ്ലൂർ കാണുമ്പോൾ എപ്പോഴും മറ്റേ ബാംഗ്ലൂരുടെ ഈ സിനിമയാണ് എല്ലാവർക്കും ഓർമ്മ വരുന്നെങ്കിലും എനിക്ക് ഒട്ടുമല്ല. കാരണം ഞങ്ങൾ ചെറുപ്പം തൊട്ടേ വൺസ് ഇൻ എ ഇയർ ഓർ ട്വൈസ് ഇൻ എ ഇയർ എന്തായാലും വിസിറ്റ് ചെയ്യുന്ന ഒരു സ്പേസാണ് ബാംഗ്ലൂർ. ബട്ട് എപ്പോഴും കാണുമ്പോഴും ആ ഒരു ഫ്രഷ്നെസ് ഇപ്പോഴും ഫീൽ ചെയ്യുന്ന ഒരു സിറ്റി ആയിട്ട് തന്നെ എനിക്ക് പേഴ്സണലി തോന്നിയിട്ടുണ്ട്. നിങ്ങൾക്ക് അങ്ങനെയാണോ എന്നുള്ളത് നിങ്ങൾ എന്തായാലും കമൻറ്റ് ബോക്സിൽ മെൻഷൻ ചെയ്യണം. അപ്പോൾ നമ്മൾ ബാംഗ്ലൂരിൽ ഫസ്റ്റ് വിസിറ്റ് ചെയ്ത സ്ഥലം വിജയനഗർ. വിജയനഗറിൽ വേറെ എവിടെയല്ല, ഇത് ഈ കാണുന്ന വീട്ടിലേക്കാണ്. യെസ്, ഇത് എൻ്റെ അച്ഛൻ്റെ സിസ്റ്ററുടെ വീടാണ്. ഐ മീൻ എൻ്റെ അമ്മായിയുടെ വീട്, ഞങ്ങളുടെ കലാവതി അമ്മായിയുടെ വീട്. അതെ, നമ്മൾ അവിടെയാണ് കസിൻ്റെ വീട്ടിലേക്കാണ് വരാൻ പോണേ. ഞങ്ങളുടെ അച്ഛൻ്റെ ഫാമിലിയിൽ ഒരു സിസ്റ്റർ സെറ്റിൽഡ് ആയിട്ടുള്ളത് ബാംഗ്ലൂരാണ്. അപ്പം അവർ വിസിറ്റ് ചെയ്യാനാണ് ഈ ഫസ്റ്റത്തെ വിസിറ്റ്. ഈ വീടും ഇവിടെ ഒരുപാട് നൊസ്റ്റാൾജിയുണ്ട്, ഒരുപാട് ഓർമ്മകളുണ്ട്. അതൊക്കെ ഡീറ്റെയിൽ ആയിട്ട് ഞാൻ നെക്സ്റ്റ് വ്ളോഗിലും നെക്സ്റ്റ് വീഡിയോസിലായിട്ട് എന്തായാലും ഷെയർ ചെയ്യുന്നതാണ്. സോ ഇത് ഒരു ഒറ്റനില വീടല്ല, 3 നിലയുള്ളതാണ്. പിന്നെ ഇതേ അതിൻ്റെ ഉള്ളിൽ മെയിൻ ആളാണ് ഈ നിൽക്കുന്നത് ആൽഫി, ഞങ്ങളെല്ലാം സ്വന്തം ആൽഫി. ആൽഫിക്ക് ആദ്യം ഒരു പരിഭ്രാന്തിയൊക്കെ ഉണ്ടെങ്കിലും പിന്നെ അതേ നമ്മളെ ഓർത്തെടുത്തോട്ടാ. അങ്ങനെ വൺസിൻ്റെ ഇയർ ആണെങ്കിലും ആൽഫിക്ക് നമ്മൾ നല്ല ഓർമ്മയുണ്ട്. ഈ ആൽഫിയെ പിടിച്ചാണ് അപ്പുറത്ത് അച്ചുട്ട ഒരു സൈഡിൽ മാറി ഇരിപ്പുണ്ട്. അവന് നല്ല പേടിയാണ് പൊതുവേ എല്ലാ പെറ്റ്സിനെയും. അതുകൊണ്ട് തന്നെ ഒരു വിധത്തിൽ ആലോചിച്ചാൽ ഇതൊരു ഉപകാരമായി. അങ്ങനെ ഇന്നത്തെ ഈ വ്ളോഗ് തീരുന്നു. ബാക്കി എല്ലാ ഡീറ്റെയിൽസും പാർട്ട് 2-ൽ.